നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ വമ്പന്മാരായ ബ്രസീലും സ്പെയിനും സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ടീമുകളും 3 ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. സാന്റിയാഗോ ബെർണാബുവിൽ വെച്ച് നടന്ന മത്സരത്തിൽ റോഡ്രിഗോ, എൻറിക്ക്, ലുക്കാസ് പക്കാറ്റ എന്നിവരാണ് ബ്രസീലിന് വേണ്ടി ഗോളുകൾ നേടിയത്. അതേസമയം സ്പെയിനിന് വേണ്ടി റോഡ്രി പെനാൽറ്റിയിലൂടെ ഇരട്ട ഗോളുകൾ സ്വന്തമാക്കി. മാത്രമല്ല ഒൽമോയുടെ ഒരു മികച്ച ഗോളും നമുക്ക് കാണാനായി എന്നുള്ളതാണ്. ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്താൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഈ സമനില അവർ വഴങ്ങിയിട്ടുള്ളത്. മോശം സമയത്തിലൂടെ കടന്നു പോകുന്ന ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ റിസൾട്ട് അത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് പരിശീലകനായ ഡൊറിവാൾ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പോസിറ്റീവുകളോട് കൂടിയാണ് ബ്രസീൽ ഇവിടം വിടുന്നത് എന്നാണ് ബ്രസീലിന്റെ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വളരെയധികം നിർവചിക്കപ്പെട്ട സ്ക്വാഡുള്ള ഒരു ടീമാണ് സ്പെയിൻ. ഓരോ താരവും നടത്തുന്ന മുന്നേറ്റം കൃത്യമായി അവരുടെ പരിശീലകൻ അറിയാം. പക്ഷെ ഞങ്ങൾക്ക് കേവലം 10 ദിവസം മാത്രമാണ് ആകെ ലഭിച്ചിട്ടുള്ളത്. ആദ്യത്തെ മത്സരം ഞങ്ങൾ മികച്ച രീതിയിൽ കളിച്ചു. ഈ മത്സരത്തിൽ കുറച്ച് എനർജിയുടെ ഒരു കുറവുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ആദ്യത്തെ മത്സരം കാരണമായിരിക്കാം. പക്ഷെ ടീം വളരെയധികം ധൈര്യം കാണിച്ചിട്ടുണ്ട്. പോസിറ്റീവുകളോട് കൂടിയാണ് ഞങ്ങൾ ഇവിടം വിടുന്നത്. ഇതാണ് ബ്രസീലിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഇന്റർനാഷണൽ ബ്രേക്കിന് മുന്നേ അവസാനമായി കളിച്ച 4 മത്സരങ്ങളിൽ 3ലും ബ്രസീൽ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു യൂറോപ്യൻ കരുത്തർക്കെതിരെ മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഇനി കോപ്പ അമേരിക്ക ടൂർണമെന്റിന് മുന്നോടിയായി 2 സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ നിശ്ചയിച്ചിട്ടുള്ളത്. USA, മെക്സിക്കോ എന്നിവരാണ് ആ മത്സരങ്ങളിൽ ബ്രസീലിന്റെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.